നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്നേക്ക് മാസ്റ്റർ ടീം ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ആലങ്കോടിനടുത്തുള്ള മഞ്ചൂര്. ഇവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ വീട്ടിൽ ഒരു അതിഥിയെ കണ്ടെന്ന് വിളിച്ച. നമസ്കാരം. സുഖമാണ്. എന്താ പേര്? വൈഷ്ണവ്. ഇതെവിടെയാണ് കണ്ടെന്ന് പറഞ്ഞത്? ഈ റൂമിനകത്ത്. അപ്പോൾ അത് അടച്ചിട്ടേക്കുന്നു? അല്ല, അത് അപ്പുറത്തെ സൈഡിലൊരു ചെറിയ ജനലുണ്ട്. അതുവരെ. അപ്പോൾ അമ്മ അതിനകത്ത് നിൽക്കുകയായിരുന്നു? അമ്മ ഇതിനകത്ത് കയറി തൂത്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. മേളിൽ നിന്ന് സൗണ്ട് കേട്ടതാ. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കയറാനുള്ള സാധ്യതയുണ്ട്, മേളിൽ കൂടെ, പുറകെ കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മ കണ്ടുവന്ന് അമ്മ പെട്ടെന്ന് ഇറങ്ങി അമ്മ പോയി. അപ്പോൾ അതിനകത്ത് ഉണ്ടെന്ന് ഉറപ്പായിട്ട് ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ് എന്താണെന്നുള്ളത്. പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട റൂമിനടുത്തേക്ക്. ആ സമയം കൊണ്ട് നിങ്ങളിവിടെ ഉണ്ടായിരുന്നു? പോയിട്ടില്ല. ഓഹോ, ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, കൂട്ടിയിട്ടില്ല. ഇതിനകത്തോ? ഇതിൻ്റെ അടിയിലോ? നെല്ലൊക്കെ ഉണ്ടല്ലേ? അടിപൊളി നെല്ല്. ചുമ്മയല്ലേ പാമ്പ് വീടിനകത്ത് നിന്നണ്ട. നല്ല ഈ നെല്ല് അത്ര എലി തിന്നിട്ട് അതിൻ്റെ തോല് മാത്രമേ ഉള്ളൂ, കണ്ടോ? അപ്പോൾ എന്തായാലും എലിയുടെ താഴ്വര. അതുകൊണ്ട് തന്നെ അവർ എലിയെ പിടിക്കാൻ കൂടും വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടിനകത്ത് എലി വിടുന്നിട്ടില്ല. തീറ്റയൊക്കെ ഉണങ്ങി ഒരു പരിവായി കേട്ടോ. എന്താ അതിനകത്ത് പല്ലി കയറി മുട്ടയിട്ടൊരു പരിവായി. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിൻ്റെ അടിയിലാണ്. അടിപൊളി. ദൂരിക്കുന്നു. ഇതാ നോക്കി. നല്ല സൈസുള്ള മുറുക്ക് നോക്കിയതോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മേളിൽ സ്ഥിരം ചേര കയറി എലി പിടിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി അവിടെ എലി പിടിക്കാണ്ട് കയറിയ സമയത്ത് ഇങ്ങനെ എലി ചാടിപ്പോയിക്കണം. അദ്ദേഹം പടക്കൂരെങ്കിൽ താഴെ വീണാണ്. താഴെ വീണിട്ട് ധാരണ ഈ വലിയ പൊക്കത്തിൽ നിന്നൊക്കെ ഇവിടെ തലയടിച്ച് അന്നോ പിറ്റെന്നൊക്കെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പിന്നെ ഈ മെത്തയിലോ എവിടെ എവിടെയെങ്കിലും വീണാൽ നല്ല സൗണ്ട് കേട്ടാണ് അമ്മ നോക്കിയത്. അപ്പോൾ കറക്റ്റ് ആ മൂലയ്ക്ക് പോയി അങ്ങനെ അപ്പോൾ ഇങ്ങനെ എഴുതി മൂലയ്ക്കോട്ട് കയറിയെന്ന് പറയും. എന്തായാലും പുള്ളിക്കാരത്ത് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം കാര്യം ഈ ജനൽ വാതിലങ്ങ് കുറ്റിയിട്ടു. അപ്പോൾ ഇത്രയും എലി ധാരണ ഉള്ളതുകൊണ്ട് ഇനിയും ചേരയുടെ പാമ്പിൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാൻ നമുക്ക് അദ്ദേഹത്തെ പുറത്തൊക്കെ എടുക്കാം. അടിപൊളി. എന്തായാലും ഒരു നല്ല ആരോഗ്യമുള്ളത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇത് വീഴ്ചയില്ല, എന്തോ ഒരു ക്ഷതം പറ്റിയിട്ടുണ്ടെന്ന്. അതിലുപരി വയറ് നിറച്ച് ഫുഡാണ്. വയറ് നിറച്ച് വേണ്ട നന്നായിട്ട് എലി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി. നല്ല ആരോഗ്യമുള്ള ഒരത് നോക്കി. ഈ വീഴ്ചയിൽ എന്തോ ഒരു ചെറിയ ക്ഷതം പറ്റിയിട്ടുണ്ട് നോക്കി. എന്തായാലും നല്ല പെണ്ണത്, നല്ല സൈസുള്ളത്. പക്ഷേ എങ്ങനെ ഇതിനകത്ത് കയറി? ബാക്കിൽ ഒരു റൂമുണ്ടെന്നത്, ആ റൂമിനകത്ത് കുറച്ച് വിറവക്കടി ഇതുപോലെ ജനൽ അവിടെയുണ്ട്, അത് തുറന്നിറങ്ങണം. അപ്പോൾ ഇതിനകത്തൂടെ കയറിയിട്ട് ഇവൻ അതിനകത്ത് വിറവൊക്കെ അടിക്കും. ഞാൻ വിറവ് മേളിൽ കയറിക്കണം. മേളിൽ കയറിയത് എലി താഴേക്കാണ്. അതിൻ്റെ കൂടെ പടക്കോനെങ്കിൽ പോകാനുള്ള സാധ്യത. അതിന് വീഴ്ചയിൽ എന്തോ ഒരു ക്ഷതം പറ്റിയിട്ടുണ്ടോ? വീഴ്ചയിൽ എന്തോ പറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചതഞ്ഞ അവസ്ഥയിൽ അതേ ഇരിക്കുന്നത്. നോക്കി. നല്ല പ്രായമുള്ള അതിഥി, ചെറിയ അതിഥിയല്ല, നല്ല സൈസുള്ള നല്ല പ്രായമുള്ള നല്ല ഫുഡുണ്ട്. കണ്ടോ? ഇവിടെ ഫുഡ് കിടപ്പുണ്ട്. കണ്ടോ? ഇവിടെ ഉണ്ടോ? വയ്യ ഉണ്ടെങ്കിൽ അത് നല്ല പത്തിയൊക്കെ നല്ല വലിയ പത്തി. തല നോക്കിയേ, വലിയ തല. ആ ഗ്ലാൻഡ് ഉണ്ട്, കണ്ണിൻ്റെ പുറകിലുള്ള ഗ്ലാൻഡ് ഉണ്ട്, നല്ല വീർത്തി. അപ്പോൾ എലിയൊന്നും കിട്ടിയില്ല അതിന്, ഫുഡായിട്ട് എലിയൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയെങ്കിൽ ആ കവിള് കുറച്ചുകൂടി ഒന്ന് വറ്റിയാണ്. കണ്ടോ? വറ്റിയിട്ടില്ല. കണ്ടോ?
ഇപ്പോഴത്തെ അവസ്ഥയിൽ ആളുകളൊക്കെ ഭീതിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് പുറത്ത് ഒരുപാട് ആൾക്കാർ വെളിയിലുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത്, അതിനൊന്ന് ഇതിനെ കാണിക്കണം, പരിചയപ്പെടുത്താൻ അവരുടെ പേടി മാറണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാം. വീഴ്ചയിൽ നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ കാണുന്നുണ്ട്, ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, വേണ്ട ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, വേണ്ട. അപ്പോൾ നല്ല പൊക്കത്തിൽ നിന്ന് വീണതാവാം, അതിന് സാധ്യത കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ അമ്മ ഇന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മയുടെ, അമ്മ വാതിൽ അടുത്ത ആൾ തുറന്നിട്ട്, അപ്പോൾ ഇല്ല അടുത്ത ആളും തുറന്നിട്ടില്ല. പിന്നെ പടം പൊഴിക്കാറായിരിക്കും, ചട്ട പൊഴിക്കാറുണ്ട്, കളറ് മാറി വരുന്നുണ്ട്, കളർ 2 ദിവസം കഴിഞ്ഞ് കളർ മാറി, ഒരു 5-8 ദിവസം കൂടെ കഴിഞ്ഞെങ്കിൽ ഈ ചട്ട പൊഴിക്കാറാണ്. അങ്ങനെയാണെങ്കിൽ അത് അവിടെ അതിനകത്ത് ഇരുന്നേനെ. പിന്നെ ചട്ടയൊക്കെ പൊഴിച്ചിട്ട് തിരിച്ച് ഡോറ് തുറന്നിടുമ്പോഴേ പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം മേളിലോട്ട് തിരിച്ച് കയറാൻ പറ്റില്ല, പൊക്കത്തിൽ നിന്ന് താഴോട്ട് വിടാം, ഒരു 15 അടി പൊക്കമുണ്ട്. നമ്മളതിനെ വീണാൽ നമ്മളെ കാലും കൈ കൊടിയും. പക്ഷേ ഇത് നല്ല സൈസ് ഉണ്ട്, നല്ല നല്ല ആരോഗ്യമുള്ള, നല്ല മുടിഞ്ഞ ആരോഗ്യം, നല്ല ആരോഗ്യം, കാരണം നല്ല കാടിയൊന്നും കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ. നമ്മുടെ ചെറിയ കീഴ് ആ മോനെ കടിച്ചത് ഇതിനേക്കാളും വലുതാണ്. ഇതിനേക്കാളും വരുന്നത് ഇതിൻ്റെ 2 ഇരട്ടിയുണ്ട്, 5 അടിയിലേറെ നീളം ഉണ്ടായിരുന്നു. പക്ഷേ ഇതത്രയില്ല, നീളം കുറച്ച് പ്രായമുണ്ട്, സൈസ് ഉണ്ട്. അത് നമുക്ക് പാമ്പടിയുടെ എണ്ണം കൂടുന്നു, കടികൾ കൂടുന്നു, മരണം കൂടുന്നു. നമുക്ക് പേടിയല്ല വേണ്ടത്, ഭയമല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് മുൻകരുതലാണ്. ഭയമല്ല വേണ്ടത്, മുൻകരുതൽ. അത് നമുക്കറിയാം, വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ ഇവിടെ എങ്ങനെ വന്നു? അത് താഴെ പറമ്പുകളാണ്, താഴെ കണ്ടമാണ്, താഴെ പഴയ കൃഷിസ്ഥലങ്ങളാണ്, പഴയ. അപ്പോൾ അവിടെയൊക്കെ എലികളുണ്ട്. അപ്പോൾ ചൂട് കൂടുമ്പോൾ മേളിലോട്ടൊക്കെ കയറി വരാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും നോക്കുള്ളൂ, 5 അടിയോളം നീളം വരുന്ന നല്ല ഒത്ത ഒരു മൂർഖൻ, നല്ലൊരു മൂർഖൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇത്രയും പേര് നിൽക്കും. നമുക്ക് ഇതിനെ പിടിച്ച് ചാക്കിലായി കൊണ്ട് നമ്മൾ ഒരു പാമ്പിനെ പണ്ടുപോലെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് അത് മൂർഖനാണോ അണലിയാണോ, അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ജനങ്ങൾക്ക് കാണാനൊക്കെ ഉള്ള അവസരം കൊടുത്തിട്ട് മാത്രമേ നമ്മൾ പോവാറുള്ളൂ. ചെടിയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ സന്ധ്യാസമയത്ത് ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ വെള്ളം ചട്ടിക്കകത്ത് കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതൊരു താമരയൊക്കെ ആമ്പലേക്ക് വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് താമര ആമ്പലൊന്നും വെക്കാതിരിക്കുക, ടെറസിൻ്റെ മണ്ടേ തൂക്കിക്കൊണ്ട് വെക്കുക. അതുപോലെ തന്നെ മീൻ വളർത്തുന്നുണ്ടെങ്കിൽ മുറ്റത്ത് ചെറിയ ടാങ്കിൽ മീൻ വളർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കി വയ്ക്കുക. 2-3 നല്ല മഴ കിട്ടുന്നതുവരെ അതൊക്കെ ഒന്ന് ഒഴിവാക്കി വയ്ക്കുക. കഴിവിൻ്റെ പരമാവധി സന്ധ്യാസമയങ്ങളിൽ വാതിൽ തുറന്നിടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീട്ടിനകത്തുനിന്ന് ബാത്റൂമിനകത്തുനിന്ന് വെള്ളം പോകുന്ന പൈപ്പൊക്കെ ഒന്ന്, ആ വേസ്റ്റ് പോകുന്ന പൈപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അടുക്കളയിൽ നിന്ന് സിങ്കിൽ നിന്ന് വെള്ളം പോകുന്ന ഒന്ന് ചെക്ക് ചെയ്യുക. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ആ വെള്ളം പോകുന്ന പൈപ്പ് ഹോളാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഒരു അപകടം ഉണ്ടാകാതിരിക്കും. ചൂട് സമയത്ത് താഴെ പായ വിരിച്ചോ അല്ലെങ്കിൽ മെത്ത വിരിച്ചോ ബെഡ്ഷീറ്റ് വിരിച്ചോ കിടക്കരുത്. ചുവരോട് ചേർന്ന് കിടക്കാതിരിക്കുക. കട്ടിൽ ചുവരോട് ചേർത്ത് ഇടാതിരിക്കുക. അലമാരയൊക്കെ ഉണ്ടെങ്കിൽ അലമാരയൊക്കെ ചുവരിൽ നിന്നൊരു 6 ഇഞ്ച് അകലത്തിലേക്ക് ആ മട്ടിലും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടം കൂടാതിരിക്കും. നമുക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മുൻകരുതലെടുത്താൽ നമുക്ക് അപകടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് അതിഥികൾ, ഒരുപാട് മൂർഖൻ അതിലൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരുപാട് അണലി അതിലൊക്കെ പരിചയപ്പെടുത്തി, രാജവെമ്പാലം ഉൾപ്പെടെ എല്ലാ അതിലും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് കൂടുന്നതുകൊണ്ട് നിങ്ങൾ ഭയമല്ല വേണ്ടത്, മുൻകരുതൽ മാത്രം എടുത്താൽ മതി എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കുഞ്ഞ് പറയല്ലോ, അണലിയുടെ പ്രസവ സമയമാണ്, മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ശങ്കുരൻ പാമ്പിൻ്റെ എണ്ണവും ധാരാളം വർദ്ധിക്കുന്ന വേർന്നുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടിയിൽ ബേസ്മെൻറ്റിലൊക്കെ നമ്മൾ പാറയൊക്കെ കെട്ടുന്ന സമയത്ത് മണ്ണൊക്കെ ഇട്ട് നല്ല സീൽ ചെയ്ത് ഇടാതിരുന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദനം ഉണ്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പാമ്പിൻ്റെ എണ്ണം കൂടുന്ന നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. അവർക്ക് ഇരിക്കാനുള്ള അവസരം നമ്മളിനാണ് ഉണ്ടായി കൊടുക്കുന്നത്. ഇപ്പോൾ അണലിയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 30-40 കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാകും.
മോർക്കിലാണെങ്കിൽ 30, 12, 18, 20, 22 ഒക്കെ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ഇവയൊക്കെ വളരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപകടമില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു 3-4 ദിവസം നല്ല ഞാൻ കടുപ്പിച്ച് തന്നെ ഞാൻ പറയുന്നുണ്ട്, വേറെ ഒരാൾ പോലും ഒരു വാർത്തയിലും പറഞ്ഞിട്ടില്ല നമ്മുടെ ആൻറ്റിവെനം എന്ന് പറഞ്ഞ പാമ്പടിയിൽ കൊടുക്കുന്ന മരുന്ന് 110 വർഷം പഴക്കമുള്ള മരുന്നാണ്, അത് റീഡെവലപ്പ് ചെയ്യേണ്ട സമയമായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ മരുന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ മനുഷ്യന്മാർ പാമ്പടിയിട്ട് ഇനിയും ധാരാളം ആൾക്കാർ മരണപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു, കേരളത്തിന് മാത്രം മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ആലോചന യോഗം. എന്തായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഒരു വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം. ഒരുപാട് കടിയിലെണ്ണം കൂടുമ്പോഴത്തേക്കും നമുക്ക് പഴയ മരുന്ന് അല്ലെങ്കിൽ നമ്മുടെ മരുന്നുകളുടെയൊക്കെ എന്താ പറയുക, പണ്ട് ഉണ്ടായിരുന്ന മരുന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ശരീരത്തിൽ വിജയിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ 2030, 36 ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ പാമ്പ് കടിയുടെ എണ്ണത്തിൻ്റെ കുറയുമെന്ന് ഞാൻ പറഞ്ഞില്ല, മരണസംഖ്യ കുറയും. അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രി സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായിട്ടൊരു 100 കൊടുത്തെങ്കിലും ഒരു ടോർച്ച് വാങ്ങിക്കുക. മൊബൈലിൻ്റെ ഫ്ലാഷിന് എന്തെങ്കിലും നമ്പരുത്, അത് അപകടമാണ്. മൊബൈലിൻ്റെ ഫ്ലാഷ് ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. മറ്റേ ദൂരോട്ട് നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ ആ ദൂരെ നിന്ന് വരുന്നത് എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അപകടങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ട് ടോർച്ച് വാങ്ങിക്കുക. പിന്നെ നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ചെരുപ്പിട്ട് തട്ടി നടന്നു പോയി. തട്ടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ കിട്ടുന്ന സമയത്ത് ഇവൻ ആ പരിസരത്ത് എങ്ങനെ എഴുജന്തുക്കളുണ്ടെങ്കിൽ അവർ വേറെ വഴിയിലേക്ക് അങ്ങ് മാറി സഞ്ചരിക്കുക. അപ്പോൾ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇതൊക്കെ നമ്മൾ മുൻകരുതലായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടം ഉണ്ടാവാൻ പോകുന്നില്ല. കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ബെഡ്ഷീറ്റും നമ്മുടെ മെത്തയൊക്കെ ഒന്ന് എടുത്ത് കുടഞ്ഞ് നോക്കിയിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ഗ്യാസ് ഊറ്റിയൊക്കെ പുറത്തുനിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്യാസ് ഊറ്റിയൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പരമാവധി ഗ്യാസ് ഊറ്റിയൊക്കെ കൊണ്ടുവരുമ്പോൾ എടുത്തൊന്ന് മറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാൽ നമ്മൾ അശ്രദ്ധ കൊണ്ട് നമുക്കൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി 2-3 മാസം അടുത്ത 2-3 നല്ല മഴ ഉണ്ടാവുന്നവരെ എല്ലാവരും നല്ല ശ്രദ്ധിക്കണം. കിടക്കുന്ന സമയത്ത് വൈകുന്നേര സമയത്ത് ഡോറൊന്ന് തുറന്ന് വെച്ചിട്ട് പുറത്തോട്ടൊന്നും പോയി നിൽക്കരുത്. ഇതൊക്കെ അപകടങ്ങൾ വിലയ്ക്ക് വാങ്ങലാവും. അതിൽ ചെടികൾ അടുത്തടുത്ത് വെക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്കിന്ന് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കിന്ന് കോഴിക്കോട് നമുക്ക് പണ്ട് കാലം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ ഞാൻ പാമ്പ് മേഖലയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് റോഡ് മോഡലായിട്ട് ഞാൻ ആരെയും കണ്ടില്ല. പക്ഷേ നമ്മളൊക്കെ മറക്കാൻ പാടില്ല. മലയാളികൾ എന്നും ഓർക്കുന്ന, മലയാളികൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഓർക്കുന്നൊരു പേരാണ് കോഴിക്കോടുകാരനായ പാമ്പ് വേലായുധൻ. പാമ്പ് വേലായുധൻ ചേട്ടൻ മരണപ്പെട്ടിട്ട് ഇന്ന് 26 വർഷം തികയാണ്. മെയ് 1-ന് 26 വർഷം തികയാണ്. ഈ ദിവസം എല്ലാ വർഷവും 26 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ സംഗീതയും ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ വർഷവും മെയ് 1 കുറേ പാമ്പ് സംരക്ഷകരെയും നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ആദരിക്കുന്ന ഒരു ആദരവ് ചടങ്ങുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കൊല്ലം ജില്ലയിൽ കല്ലുവാതിൽക്കൽ വെച്ച് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം എന്ന് പറയുന്ന സാധനം, അതിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. സമുദ്രതീരം എന്ന് പറഞ്ഞാൽ റോബിൻ സിംഗ് സാറിൻ്റെ മകളുടെ പേരാണ്. സമുദ്രതീരം മതേതര, ഒരു മതവും ഇല്ലാത്ത മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് ഞങ്ങൾക്ക് നമ്മുടെ പ്രൊഡ്യൂസർ കിഷോർ കരമന അവർക്കും, അത് നമ്മുടെ ആദ്യം തൊട്ട് നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രേമിൻ്റെ ക്യാമറ നമ്മുടെ പ്രിയപ്പെട്ട മഹേഷ് അവർക്കും എനിക്കും ഇന്നൊരു അവാർഡുള്ള ദിവസം. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനെ ചാക്കിലാക്കിയാൽ ഉടനെ നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല ഒരു അവാർഡ് ആദരവിന് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ക്ഷീണമുണ്ട്. മക്കൾ ചാക്കി തരാമോ? അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. പാവത്താനേ 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 പാവത്താനേ. ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ സ്ഥലത്തേക്കാണ്. നമ്മുടെയൊക്കെ മുൻകാലത്ത് പാമ്പ് എന്താണെന്നും പാമ്പുകൾ എന്താണെന്നും ഒക്കെ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോടും ജനിച്ച് കേരളം മുഴുവനും ലോകം മൊത്തം അറിയപ്പെട്ടിരുന്ന ഒരു പ്രിയപ്പെട്ട ഗുരുനാഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പാമ്പ് വേലായുധൻ. വേലായുധൻ ചേട്ടൻ മരണപ്പെട്ടിട്ട് 26 വർഷമാണ് മെയ് 1.
കേരളത്തിലെ ആദ്യ പാമ്പ് പിടുത്തക്കാരനും സർപ്പയജ്ഞക്കാരനുമായിരുന്നു പാമ്പ് വേലായുധൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തമലിപ്പറമ്പ് വേലായുധൻ. കോഴിക്കോട് പട്ടണത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ 1980 ഓഗസ്റ്റ് മാസം 17-ാം തീയതി 250-ൽ പരം അപകടകാരികളായ പാമ്പുകളോടൊന്നിച്ച് 683 മണിക്കൂർ ദിനംപ്രതി ഏതാണ്ട് 1 മാസം കണ്ണാടിക്കൂട്ടിൽ സർപ്പയജ്ഞം നടത്തി ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. സർപ്പയജ്ഞത്തെക്കുറിച്ച് അന്ന് കേരള കൗമുദി പത്രത്തിൽ വാർത്ത വന്നിരുന്നു. 1947-ൽ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിൽ ജനിച്ച വേലായുധൻ ആദ്യം KCB ജീവനക്കാരനായിരുന്നു. വളരെ ചെറുപ്പം മുതൽ പാമ്പുകളെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ഇവയെക്കുറിച്ച് വിശദമായി പഠനം നടത്തി. കേരളത്തിനകത്തും പുറത്തും പല സ്ഥലങ്ങളിൽ അദ്ദേഹം സർപ്പയജ്ഞം നടത്തിയിട്ടുണ്ട്. അവസാന കാലത്ത് സർപ്പയജ്ഞം നടത്തിയ വേലായുധൻ പാമ്പിൻ വെനത്തെക്കുറിച്ചുള്ള പഠനത്തിൽ മുഴുകി. അങ്ങനെയിരിക്കെ ബേപ്പൂരിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന ഒരു മൂർഖൻ പാമ്പിന് തീറ്റ കൊടുക്കുന്നതിനിടയിൽ അതിന്റെ കടിയേറ്റ് അദ്ദേഹം 2000 മെയ് മാസം 1-ാം തീയതി അന്തരിച്ചു. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാമ്പ് വേലായുധൻ ചേട്ടൻ്റെ 26ാമത് ചരമവാർഷികമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഈ വേദിയിലുണ്ട്, പ്രിയ മകൾ ഈ വേദിയിലുണ്ട്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യനെ തിരിച്ചറിയുകയോ അവരുടെ കഴിവുകളെപ്പറ്റി തിരിച്ചറിയുകയോ എന്ന് ഇപ്പം വാവാ സുരേഷ് എന്ന് പറയുന്ന പാമ്പ് വേലായുധൻ ചേട്ടന് ശേഷം മലയാളം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു പാമ്പ് സ്നേഹിയാണ് വാവാ സുരേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റോൾ മോഡലാണ് പാമ്പ് വേലായുധൻ ചേട്ടൻ. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ പന്തളം ബാലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാമ്പ് വേലായുധൻ ട്രസ്റ്റ് ഈ വർഷത്തെ മികച്ച പരിസ്ഥിതി സൗഹാർദ്ദ പരിപാടിയായി തെരഞ്ഞെടുത്ത കൗമുദി ടിവിയിലെ സ്നേക് മാസ്റ്ററിനു വേണ്ടി പരിപാടിയുടെ അവതാരകനായ സ്നേക് മാസ്റ്റർ വാവാ സുരേഷിനും പരിപാടിയുടെ പ്രൊഡ്യൂസർ കിഷോർ കരമനയ്ക്കും സീനിയർ ക്യാമറമാൻ മഹേഷ് എയ്ക്കും ഗായകൻ പന്തളം ബാലൻ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ പാമ്പ് വേലായുധന്റെ മകളും കേരളത്തിലെ ആദ്യ പാമ്പ് സംരക്ഷകയുമായ സംഗീത ജിതേഷ്, ഭാര്യ സരോജിനി വേലായുധൻ, സാമൂഹിക പ്രവർത്തകൻ മടത്തിൽ അബ്ദുൾ അസീസ്, സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ അമരക്കാരൻ റൂബിൻ സിംഗ്, പാമ്പ് വേലായുധൻ ട്രസ്റ്റിലെ അംഗങ്ങളും പല ജില്ലകളിൽ നിന്ന് എത്തിയ പാമ്പ് സംരക്ഷകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.